പ്രിയപ്പെട്ടവരെ, ന്യൂനമർദ്ദത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യയിലെ സംഘ് പരിവാർ ബാൻഡ് വാഗൺ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് ഹിന്ദു ഖതറേമേ എന്നുള്ളത്. അതായത് ഹിന്ദു അപകടത്തിലാണ്. ഈ ഒരു സംഗതി നമുക്ക് സംഘ് പരിവാർ നേതാക്കന്മാരുടെ പ്രഭാഷണങ്ങളിൽ, എഴുത്തുകളിൽ, സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ ധാരാളം കാണാൻ സാധിക്കും. ഇന്ത്യയിലെ ഹിന്ദുത്വ ബ്രിഗേഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനമായിട്ടുള്ള RSS അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ, അതേപോലെ ലോഹ് പുരുഷ് ആയിട്ട് ഹിന്ദുത്വ ശക്തികൾ മുന്നോട്ട് വെക്കുന്ന നരേന്ദ്രമോദി, 56 ഇഞ്ച് നെഞ്ചളവുള്ള നരേന്ദ്രമോദി 10 വർഷത്തിലധികമായി അധികാരത്തിലിരിക്കുന്ന രാജ്യത്ത് പിന്നെയും ഹിന്ദു ഖതറേമേ എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുന്നതിലെ അതിലൊരു കൗതുകം, അതിലൊരു വൈരുദ്ധ്യം അവിടെയുണ്ട്. പക്ഷേ എപ്പോഴും സ്വന്തം അണികളെ അല്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് RSS ഇപ്പോഴും മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ സംഘ് പരിവാർ പ്രസ്ഥാനങ്ങൾ ഇപ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം അല്ലെങ്കിൽ ഒരു അപകട സൈറനാണ് ഹിന്ദു ഖതറേമേ എന്നുള്ളത്. അപ്പോൾ RSS ഇത്രയും കാലം, 100 വർഷക്കാലം ഒരു ലോകത്തെ തന്നെ ഏറ്റവും വലിയ സംഘടനാ സംവിധാനം എന്ന് അഭിമാനിക്കുന്ന ആ ഒരു പ്രസ്ഥാനം ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടും ഹിന്ദു അപകടത്തിൽ തന്നെയാണെങ്കിൽ എന്താണ് RSS പ്രവർത്തിച്ചിട്ടുണ്ടായ നേട്ടം എന്ന ചോദ്യം അവിടെയുണ്ട്. അപ്പോൾ ഈ ഹിന്ദു ഖതറേമേ എന്ന ആശയത്തിലെ പ്രധാനപ്പെട്ട ഒരു സബ് ഐറ്റമായിട്ട് വരുന്നതാണ് ജനസംഖ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആധികൾ. ഇന്ത്യയിലെല്ലായിടത്തും, എല്ലാ സംസ്ഥാനങ്ങളിലും ജനസംഖ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിധത്തിലുള്ള ആധികൾ, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ, സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആശയപ്രചാരണ സംവിധാനങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കേരളം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ആധികളുടെ കാര്യത്തിൽ കേരളത്തിലെ ജനസംഖ്യ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് മുന്നോട്ട് വെക്കാറുണ്ട്. അപ്പോൾ കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ ഇടിയുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രചാരണം നമുക്കതിൽ കാണാൻ പറ്റും. അത് കുറച്ച് കാലമായി, കഴിഞ്ഞ 3-4 വർഷമായിട്ട് വളരെ വലിയ തോതിലുണ്ട്. മുൻ DGP ആയിട്ടുള്ള TP സെൻകുമാർ, അദ്ദേഹം പദവി ഒഴിഞ്ഞതിന് ശേഷം ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് സഞ്ചരിക്കാൻ തുടങ്ങിയ ശേഷം അദ്ദേഹമാണ് ഈ ഒരു ആശയം ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും ശക്തമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കൂടുതൽ ശക്തിപ്പെട്ടിട്ട് കേരളത്തിൽ ഹിന്ദു ഇല്ലാതാകുന്നു എന്ന തരത്തിലുള്ള ഒരു പുതിയ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. അത് വെറുതെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഫോർവേഡായിട്ട് വരുന്ന കാര്യം മാത്രമല്ല, സംഘ് പരിവാർ പ്രസ്ഥാനങ്ങളുടെ ഔദ്യോഗിക ജിഹ്വയായിട്ടുള്ള ജന്മഭൂമി പത്രം ഓഗസ്റ്റ് 2-ാം തീയതി അതിൻ്റെ ഓപ്പഡ് പേജിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ട് ഹിന്ദുക്കൾ ഇല്ലാതാകുന്ന കേരളം എന്നാണ്. അതെഴുതിയത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദപ്പെട്ട സംഘ് പരിവാർ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന നേതാവ് അവരുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൻ്റെ എഡിറ്റ് പേജിൽ എഴുതിയ പ്രധാന ലേഖനത്തിൻ്റെ തലക്കെട്ട് ഹിന്ദുക്കൾ ഇല്ലാതാകുന്ന കേരളം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആശയം വാട്സപ്പ് ഫോർവേഡ് ഐറ്റം എന്നുള്ളതിലുപരി സംഘ് പരിവാർ പ്രസ്ഥാനങ്ങളുടെ ഒരു ഉത്തരവാദിത്വത്തിൽ തന്നെ, വളരെ ആ ഒരു ഗൗരവത്തിൽ തന്നെ നടത്തുന്ന ഒരു ആശയ പ്രചരണമാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കേരളത്തിൻ്റെ ഡെമോഗ്രാഫിക് ക്രൈസിസ് എന്ന് പറയുന്നത്, കേരളത്തിൽ ജനസംഖ്യാ പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു പ്രശ്നം നിലവിലുണ്ട്. അതേക്കുറിച്ച് ഞാൻ തന്നെ ഈ ന്യൂനമർദ്ദത്തിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഏജിങ് പോപ്പുലേഷൻ ഉള്ള, വൃദ്ധരുടെ അനുപാതം ഏറ്റവും അധികമുള്ള സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയെന്നല്ല, മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു മീഡിയൻ ഏജ്, ദേശീയ ശരാശരി 28-29 വയസ്സാണെങ്കിൽ കേരളത്തിൻ്റെ 37-38 വയസ്സാണ്. എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരുടെ പ്രപ്പോർഷൻ കുറഞ്ഞ, വൃദ്ധരുടെ പ്രപ്പോർഷൻ കൂടിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. അംഗനവാടികളെക്കാൾ വൃദ്ധസദനങ്ങൾ ആവശ്യമായി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം പ്രവേശിക്കുകയാണ്. ഭരണകൂടം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വളരെ ഒരു ജെറിയാട്രിക് പോളിസി സംസ്ഥാനത്തിനുണ്ട്. വയോജനങ്ങളുടെ ക്ഷേമത്തിനായി ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ, ഒരു പ്രത്യേക വകുപ്പ് തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ ആരംഭിച്ചിരിക്കുകയാണ്. പുതിയ സർക്കാർ വന്നതിന് ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രഖ്യാപനത്തിൽ തന്നെ അതുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ നിലക്ക് വൃദ്ധരുടെ അനുപാതം കൂടുകയാണ്, ചെറുപ്പക്കാരുടെ അനുപാതം കുറയുകയാണ് എന്ന ഒരു സംഗതിയെക്കുറിച്ച്
ഭരണകൂടത്തിന് സാമാന്യമായി അതേക്കുറിച്ച് ധാരണയുണ്ടെന്നാണ് നമുക്കതിന് മനസ്സിലാവുന്നത്. അപ്പോൾ ആ നിലക്ക് കേരളം പൊതുവായി അനുഭവിക്കുന്ന ഒരു സവിശേഷമായിട്ടുള്ള ജനസംഖ്യാ പ്രതിസന്ധി എന്നോ അല്ലെങ്കിൽ ജനസംഖ്യാ ഘടനാ മാറ്റം എന്നോ പറയാവുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതേക്കുറിച്ച് സംസാരിക്കുക, അതേക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, പുതിയ വഴികൾ എന്താണ് എന്നതിനെക്കുറിച്ചിട്ടുള്ള ധാരണകൾ ഉണ്ടാവുക, പോളിസി ഫോം ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. പക്ഷേ ആ ഒരു കാര്യത്തെ അതിൻ്റെ ഒരു ഗൗരവത്തിൽ കാണാതെ, അതിൻ്റെ ഒരു ആഴത്തിൽ മനസ്സിലാക്കാതെ വളരെ പെട്ടെന്ന് വർഗീയ സ്വഭാവത്തിൽ, മതപരമായ സ്വഭാവത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് ദുഷ്ടലാക്കോടെയുള്ള പ്രചാരണങ്ങൾ നടത്തുകയാണ് യഥാർത്ഥത്തിൽ സംഘ് പരിവാർ പ്രസ്ഥാനങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രചാരണ സാമഗ്രികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഈ ഹിന്ദു ഖത്തറേമ എന്ന് പറയുന്ന ഒരു മാനസിക ഘടനയിൽ നിന്നായിരിക്കാം ഈ നിലയിലുള്ള പ്രചാരണങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ലേഖനത്തിൽ ജന്മഭൂമി ലേഖനത്തിൻ്റെയും കേരളത്തിൽ ഹിന്ദുക്കൾ ഇല്ലാതാകുന്നു എന്ന ലേഖനത്തിൻ്റെയും അതിൻ്റെയും സ്വഭാവം ഇത് തന്നെയാണ്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ ജനന മരണങ്ങളുടെ കണക്കുകൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് എന്ന പേരിൽ 2024 വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് കഴിഞ്ഞ ജൂലൈയിലാണ് പുറത്തുവിട്ടത്. ആ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ടിലുള്ള ജനന മരണ നിരക്കുകൾ മുൻനിർത്തിയാണ് ഈ ഹിന്ദുക്കൾ ഇല്ലാതാകുന്ന കേരളം എന്ന ലേഖനം വികസിക്കുന്നത്, അല്ലെങ്കിൽ അത് ആ ലേഖനത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അതിൽ കേരളത്തിൽ 2024 ജനിച്ച മൊത്തം കുഞ്ഞുങ്ങളിൽ 1,59,088 പേർ മുസ്ലിങ്ങളാണ്, 1,36,163 പേർ ഹിന്ദുക്കളാണ്, 48,476 പേർ ക്രിസ്ത്യാനികൾ, മതം രേഖപ്പെടുത്താത്തവർ 721, ഇതര മതങ്ങൾ 318 എന്നിങ്ങനെയാണ് ആ കണക്കിലുള്ളത്. അത് വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള കണക്കാണ്, ഗവൺമെൻറ്റിൻ്റെ കണക്കാണ്, ഏതെങ്കിലും നിലക്കുള്ള ഒരു കൊട്ടക്കണക്കല്ല. കേരളത്തിലാകട്ടെ ഇന്ത്യയിൽ തന്നെ ഒരു പക്ഷേ ജനന മരണ നിരക്കുകൾ ഏറ്റവും അധികം രജിസ്റ്റർ ചെയ്യുന്ന ഒരു സംസ്ഥാനം കൂടെയാണ് കേരളം. അതുകൊണ്ട് ആ കണക്കുകൾ വളരെ കൃത്യമായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ ഹിന്ദുക്കളുടെ ജനന നിരക്ക് കുറയുന്നു എന്നുള്ള ഒരു സംഗതിയാണ് ലേഖകൻ അല്ലെങ്കിൽ VHPയുടെ സംസ്ഥാന നേതാവ് മുന്നോട്ട് വെക്കുന്നത്. എന്ന് മാത്രമല്ല മരണനിരക്കും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ 2024 ഏറ്റവും അധികം മരണം നടന്നിരിക്കുന്ന ഹിന്ദുക്കളിലാണ്. 1,80,079 പേരാണ്. മുസ്ലിങ്ങളിൽ 62,471 പേർ, ക്രിസ്ത്യാനികളിൽ 63,172 പേർ. അപ്പോൾ ഇതിൽ വളരെ ശ്രദ്ധേയമാണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കളിൽ ജനനത്തേക്കാൾ കൂടുതൽ മരണം നടക്കുകയാണ്. 1,36,163 കുഞ്ഞുങ്ങൾ ജനിക്കുകയാണ് 2024 ഉണ്ടായത്. പക്ഷേ 1,87,079 പേർ മരണപ്പെടുന്നുണ്ട്. അതേ പാറ്റേൺ തന്നെയാണ് ക്രിസ്ത്യൻ സമുദായത്തിൽ ഉണ്ടായിട്ടുള്ളത്. 48,476 കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ 63,172 പേർ മരണപ്പെടുന്നുണ്ട്. പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ 1,59,088 കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ മരണം 62,471 മാത്രമാണ്. അതായത് മുസ്ലിങ്ങളിലെ ജനനത്തേക്കാൾ കൂടുതൽ മരണം നടക്കുകയാണ് ക്രിസ്ത്യൻ ഹിന്ദു സമൂഹങ്ങളിൽ. പക്ഷേ മുസ്ലിങ്ങളിൽ അങ്ങനെയല്ല. അത് വെച്ചിട്ട് ഒരുതരം അതിൻ്റെ പിന്നിൽ എന്തോ ഒരു ഗൂഢപദ്ധതിയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ VHPയുടെ നേതാവ് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ മരണനിരക്ക് ക്രിസ്ത്യാനികൾക്കിടയിലും ഹിന്ദുക്കൾക്കിടയിലും കൂടുതലാണ് എന്നുള്ളത് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു കണക്കാണ്, ശരിയുമാണത്. അതെന്തോന്ന് വെച്ചാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നത് 70+ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കിടയിലാണ്. അപ്പോൾ ഈ 70+ ഏജ് ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ക്രിസ്ത്യൻ ഹിന്ദു സമുദായങ്ങളിലാണ്. സ്വാഭാവികമായിട്ടും അവരുള്ള മരണത്തിൻ്റെ തോതും കൂടുതലായിരിക്കും. പക്ഷെ അത് എങ്ങനെയാണ് ഒരു സമുദായത്തിൽ മരണനിരക്ക് കൂടുന്നത്? ഏതോ മറ്റൊരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ വേറെ ആരുടെയോ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാകുന്നതെന്ന് ചോദിച്ചാൽ അതിനുത്തരവില്ല. അത് ഒരിക്കലും അങ്ങനെയല്ല. ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് മരണനിരക്ക് കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു ഗിവൺ ഗ്രൂപ്പിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ കൂടുതലായിരിക്കും, അവരുടെ പ്രൊപ്പോർഷൻ കൂടുതലായിരിക്കും എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ അതിൻ്റെ പിറകിൽ എന്തോ ഒളി അജണ്ടയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഇത്തരം കണക്കുകൾ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്.
പക്ഷെ അതേസമയം VHPയുടെ ലേഖകൻ മുന്നോട്ട് വെച്ച കണക്കുകൾ, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ആധികാരികമായ കണക്കുകളാണ്. ആ കണക്കുകളെ മുൻനിർത്തി നമ്മുടെ ജനസംഖ്യയെക്കുറിച്ച്, ജനസംഖ്യാ ഘടനയെക്കുറിച്ചിട്ടുള്ള ഗൗരവമായ ആലോചനകൾ നടക്കണം. പക്ഷെ അത് ആ നിലക്ക് നടക്കുന്നില്ല എന്നുള്ളതാണ്. അത് നടക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, മുമ്പ് ന്യൂനമർദ്ദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നമുക്ക് നമ്മുടെ രാജ്യത്തിന് കൃത്യമായൊരു ജനസംഖ്യാ നയം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആദ്യം വ്യക്തത വരുത്തേണ്ട ഒരു ഏരിയ എന്താണെന്ന് ചോദിച്ചാൽ, കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ജനസംഖ്യാ നയം എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇന്ത്യയിൽ ഇന്ന് ഏതാണ്ട് 1/2 ഡസൻ സംസ്ഥാനങ്ങളിൽ, 1/2 ഡസനിലധികം സംസ്ഥാനങ്ങളിൽ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 2-ൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്ന നിയമങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, നിരുത്സാഹപ്പെടുത്തുക മാത്രമല്ല, 2-ൽ കൂടുതൽ കുഞ്ഞുങ്ങളുള്ള രക്ഷിതാക്കളെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കുന്ന നിയമങ്ങളുണ്ട്. 2-ൽ കൂടുതൽ കുഞ്ഞുങ്ങളുള്ളവർക്ക് സർക്കാർ ജോലി വിലക്കുന്ന നിയമങ്ങളുണ്ട്. 2-ൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉള്ളവർ അംഗങ്ങളായിട്ടുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് സർക്കാരിൻ്റെ അംഗീകാരം ലഭിക്കില്ല എന്ന നിയമം അസമിലുണ്ട്. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയ്ക്കുകയാണ് വേണ്ടത്. 2-ൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് നയമായി സ്വീകരിച്ച, ആ നയത്തിനനുസരിച്ച് നിയമങ്ങളുണ്ടാക്കിയ 1 ഡസനോളം സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. അത് പല സംസ്ഥാനങ്ങളും ആ നിയമങ്ങൾ മാറ്റി. ഇപ്പോൾ ഏതാണ്ട് 7-8 സംസ്ഥാനങ്ങളിൽ ആ നിയമമുണ്ട്. അതിലേറ്റവും സ്ട്രിഞ്ചൻറ്റ് ലോ ഉള്ളത് BJP ഭരിക്കുന്ന അസം സംസ്ഥാനത്താണ്. ഏറ്റവും ഒടുവിൽ ആ നിയമം വന്നതും ആ സംസ്ഥാനത്താണ്. അത് നോക്കണം, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഈ കടുത്ത നിയമങ്ങൾ നിലനിൽക്കുന്നത്. പക്ഷേ അതേസമയം RSS ചീഫ് മോഹൻ ഭാഗവത്, അദ്ദേഹം ഏറ്റവും ഒടുവിൽ RSSൻ്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്നിട്ടുള്ള മാധ്യമങ്ങളുമായി നടത്തിയ സമ്പർക്ക പരിപാടിയിൽ വരെ പറഞ്ഞിട്ടുള്ളത് ചുരുങ്ങിയത് 3 കുഞ്ഞുങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം, ഈ എല്ലാ രാജ്യമൊട്ടാകെ 2 കുഞ്ഞുങ്ങൾ നയം കർശനമായി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് അശ്വിനി കുമാർ ഉപാധ്യായ എന്ന് പറയുന്ന സംഘ് പരിവാർ സഹയാത്രികനായിട്ടുള്ള വ്യവഹാരി സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തപ്പോൾ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് അഭിപ്രായം ചോദിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ കുടുംബകാര്യ മന്ത്രാലയം അതിന് നൽകിയ മറുപടി, സുപ്രീം കോടതി നൽകിയ അഫിഡവിറ്റിൽ പറയുന്നത്, അങ്ങനൊരു നിയമം ഉണ്ടാക്കാൻ ഞങ്ങൾ ആലോചിക്കുന്നില്ല. അതിന് കോഹസീവായിട്ടുള്ള പോപ്പുലേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ നയമല്ല. അത്തരം നയം സ്വീകരിച്ചിട്ടുള്ള മറ്റു പല രാജ്യങ്ങളും അത് റിവേഴ്സ് ചെയ്യുകയും അതിൽ ഖേദിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ പറയുന്നുണ്ട്. പക്ഷേ അതേസമയം കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ചില മന്ത്രിമാർ രാജ്യമൊട്ടാകെ കുടുംബാസൂത്രണം അടിച്ചേൽപ്പിക്കണം, ശക്തമായി നടപ്പിലാക്കണം എന്നാവശ്യപ്പെടാറുണ്ട്. ഇതിനേക്കാളൊക്കെ കൗതുകരമായിട്ടുള്ള കാര്യം, BJP കൂടി ഭാഗമായിട്ടുള്ള ആന്ധ്രാപ്രദേശ് സർക്കാർ, NDA ഭരിക്കുന്ന, ചന്ദ്രബാബു നായിഡു ഭരിക്കുന്ന BJP ഭരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആന്ധ്രാപ്രദേശ് സർക്കാർ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത്. അവർ കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന മാതാപിതാക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കൊടിയ വൈരുദ്ധ്യം എന്ന് പറയാവുന്ന സംഗതി. ഒരേ സമയം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 2-ൽ കൂടുതൽ കുഞ്ഞുങ്ങളുള്ളവർക്ക് എതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന നിയമങ്ങൾ നിലനിൽക്കുന്നു. BJP ഘടകകക്ഷിയായിട്ടുള്ള സംസ്ഥാനത്തിൽ 2-ൽ കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവർക്ക് മോണിറ്ററി ഇൻസെൻറ്റീവ്സ്, ന്യൂട്രീഷണൽ ഇൻസെൻറ്റീവ്സ് ഒക്കെ നൽകുന്ന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. RSS മേധാവി കൂടുതൽ കുഞ്ഞുങ്ങളെ വേണമെന്ന കാര്യം ആവർത്തിച്ച് ജനങ്ങളോട് പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നു. BJPയുടെ നേതാക്കളിൽ ചിലർ, മന്ത്രിമാരിൽ ചിലർ 2-ൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നവർക്ക് വോട്ടവകാശം പോലും നൽകാൻ പാടില്ല എന്ന നിലയിൽ പ്രസംഗിച്ച് നടക്കുന്നു. BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യകാര്യ മന്ത്രാലയം സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കുന്നു, ഇങ്ങനൊരു സംഗതിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് കൃത്യതയുള്ള ഒരു നയം എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ നിലനിർത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെയാണ് സീരിയസ് ആയി ജനസംഖ്യയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുക എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ തന്നെ നമ്മൾ എടുക്കുക, ആന്ധ്രാപ്രദേശിൻ്റെയും കേരളത്തിൻ്റെയും പോപ്പുലേഷൻ ഡൈനാമിക്സ് ഏതാണ്ട് സെയിമാണ്. കേരളത്തിൻ്റെ TFR ആണ് സാധാരണ ജനസംഖ്യാ പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന രേഖയെ സ്വീകരിക്കുന്നത്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, ഒരു ജനസംഖ്യ സ്റ്റേബിളായി നിലനിൽക്കാൻ 2.1
കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്നാണ് പറയുക. TFR 2.1 ആയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ 100 റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള 100 സ്ത്രീകൾക്ക് 210 കുഞ്ഞുങ്ങളുണ്ടാവണം. കേരളത്തിൻ്റെ നിലവിലെ സ്റ്റാറ്റസ് അത് വളരെ കൃത്യമായ കണക്ക് അതിനകത്തില്ല, എന്നാലും ഏതാണ് 1.9 ആണ്, അല്ലെങ്കിൽ 1.3 to 1.5 ആണ് എന്നൊക്കെയാണ് അതേക്കുറിച്ച് ഈ ജനസംഖ്യാ ശാസ്ത്രകാരന്മാർ പ്രൊജക്റ്റ് ചെയ്യുന്നത്. എനിവേ ഒരു 1.35 എന്നോ 1.4 എന്നോ ഉള്ള ഒരു നമ്പറിലേക്ക് നമുക്ക് എത്താം. എന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് ലെവലായിട്ടുള്ള 2.1 നിന്നും എത്രയോ താഴെയാണ്. 1.3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 സ്ത്രീകൾക്ക്, റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള 100 സ്ത്രീകൾക്ക് 130 കുഞ്ഞുങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഡെമോഗ്രാഫിക്സ് സ്റ്റഡീസ് അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ്. അതൊരു അപകടകരമായിട്ടുള്ള നമ്പറാണ്. എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഡ്രിൻഡ്ലിംഗ് ആണ്, പോപ്പുലേഷൻ താഴോട്ട് പോവുകയാണ്, റീപ്ലേസ്മെൻറ്റ് ലെവലിൽ നിന്ന് താഴോട്ട് പോവുകയാണ് എന്നതിൻ്റെ സൂചകമാണത്. ഇതേ കണക്ക് തന്നെയാണ്, ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് ആന്ധ്രാപ്രദേശിലുള്ളത്. പക്ഷേ ആന്ധ്രാപ്രദേശ് സർക്കാർ എന്തു ചെയ്യുമെന്ന് ചോദിച്ചാൽ അവരൊരു റെമഡിയൽ മെഷർ ആരംഭിക്കുകയാണ്, തുടങ്ങി വെച്ചിരിക്കുകയാണ്. കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഇൻസെൻറ്റീവ് സ്കീമുകൾ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ എന്താണ് VHPയുടെ ആവശ്യം? ആന്ധ്രാപ്രദേശിലെ പോലെയുള്ള സ്കീം കേരളത്തിൽ നടപ്പിലാക്കണം എന്നുള്ളതാണോ? അതല്ല ഗിരിരാജ് കിഷോറിനെ പോലുള്ള BJPയുടെ നേതാക്കന്മാർ പ്രഖ്യാപിക്കുന്നത് പോലെ 2ൽ കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവർക്ക് ശിക്ഷാ നടപടികൾ ഉണ്ടാവണം എന്നുള്ളതാണോ? അസം സർക്കാർ ഹിമന്ത ബിശ്വ ശർമ്മ സ്വീകരിച്ചതുപോലെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണോ? ചന്ദ്രബാബു നായിഡു സ്വീകരിച്ച പോലെ നടപടി സ്വീകരിക്കണമെന്നാണോ? ഇതിലെന്തെങ്കിലും നിലക്കുള്ളൊരു ക്ലാരിറ്റി വരുത്തുകയാണ് ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അത് നടത്താതെ ഇപ്പോൾ ലോകത്ത് പല സ്ഥലങ്ങളിലും പല സ്വഭാവത്തിലുള്ള പരീക്ഷണങ്ങൾ, പല സ്വഭാവത്തിലുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഈ വെസ്റ്റേൺ ഡെവലപ്ഡ് നാഷൻസ്, വികസിത രാജ്യങ്ങളിൽ ഏതാണ്ടെല്ലാം ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ആവശ്യമായുള്ള നടപടികൾ അതാത് സർക്കാരുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ, ജർമ്മനി, ചൈന, റഷ്യ, ഇങ്ങനെ ലോകത്ത് പടിഞ്ഞാറൻ വികസിത രാജ്യങ്ങളിൽ, വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ, ഏഷ്യയിലെ വികസിത രാജ്യങ്ങളിലെല്ലാം അവർ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഗവൺമെൻറ്റൽ സ്കീമുകൾ പ്രഖ്യാപിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വിചിത്രമായൊരു കാര്യം, കഴിഞ്ഞ വർഷം റഷ്യയിൽ നിന്ന് വന്ന ഒരു വാർത്ത. റഷ്യ വർഷങ്ങളായി ഈ നിലക്കുള്ള സ്കീമുകൾ നടപ്പിലാക്കുന്നുണ്ട്. സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് റഷ്യയിലെ ചില സ്റ്റേറ്റുകൾ ഇൻസെൻറ്റീവ്സ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇഫ് യു ക്യാരി എ ബേബി 1,00,000 റൂബിൾ നിങ്ങൾക്ക് സർക്കാർ ധനസഹായം നൽകുന്നതാണ്. നിങ്ങൾ സ്കൂൾ കുട്ടികൾക്കാണ് ആ സ്കീം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവർ വിവാഹം കഴിക്കണമെന്നോ കുടുംബജീവിതം ആരംഭിക്കണമെന്നൊന്നുമല്ല അവരോട് സർക്കാർ പറയുന്നത്. ജസ്റ്റ് ക്യാരി എ ബേബി. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് നിങ്ങളെ സഹായിക്കും, ഗവൺമെൻറ് 1,00,000 റൂബിൾ നിങ്ങൾക്ക് സഹായം തരും എന്ന് സർക്കാർ പ്രഖ്യാപിക്കുന്നു. അത്തരം സ്കീമുകൾ റഷ്യയിലെ ചില സംസ്ഥാനങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു, പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ നിലയിലുള്ള കുടുംബാസൂത്രണവുമായി ബന്ധപ്പെട്ട്, ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് റിവേഴ്സ് ഗിയറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വികസിത രാജ്യങ്ങൾ, പടിഞ്ഞാറൻ രാജ്യങ്ങൾ, ഏഷ്യയിലെയും പല വികസിത രാജ്യങ്ങൾ. ചൈന അതിലൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ചൈനയാണ് ഒരു പക്ഷേ ലോകത്ത് ഏറ്റവും കോസീവായിട്ട്, ഏറ്റവും കർശനമായിട്ട് ജനസംഖ്യാ നിയന്ത്രണ നയം നടപ്പിലാക്കിയത്. പക്ഷേ അവരത് റിവേഴ്സ് ചെയ്തെന്ന് മാത്രമല്ല, നേർവിപരീത ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല സംഗതികളും ലോകത്ത് പല ഭാഗം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അവർ റിവേഴ്സ് ചെയ്യാൻ, അവരുടെ നയങ്ങൾ റിവേഴ്സ് ചെയ്യാൻ കാരണം നമ്മളൊരു ഗ്രോയിങ് സൊസൈറ്റി എന്നുള്ളതിൽ നിന്ന് മാറി നമ്മളൊരു ഗ്രേയിങ് സൊസൈറ്റി, നരബാധിച്ച സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നു. പ്രൊഡക്റ്റീവ് ഏജിലുള്ള പോപ്പുലേഷൻ, യങ് പോപ്പുലേഷൻ, ഡൈനാമിക് പോപ്പുലേഷൻ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ ഒരു പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും, നമ്മുടെ എക്കണോമിയെ ബാധിക്കും എന്നൊക്കെയുള്ള തിരിച്ചറിവിൽ എത്തുമ്പോഴാണ് അവർ ഏർലി മാരേജ്, ഏർലി കാരേജ് എന്നുള്ളതൊരു സ്റ്റേറ്റ് പോളിസിയായിട്ട് സ്വീകരിക്കുകയും അത് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ, സ്ട്രക്ചറലായിട്ടുള്ള നടപടികൾ അതിനകത്തുണ്ട്, നയപരമായിട്ടുള്ള നടപടികൾ അതിനകത്തുണ്ട്. അതൊക്കെയായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം നമ്മൾ ആന്ധ്രാപ്രദേശ് സർക്കാർ സ്വീകരിച്ച ആ ഒരു ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് വേണം നമുക്ക് ആന്ധ്രാപ്രദേശ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടിയും കാണാൻ. അപ്പോൾ കേരളത്തിൽ എന്തു ചെയ്യണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൽ ഇവരും എപ്പോഴും വെക്കുന്നൊരു സംഗതി എന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയുന്നു, മുസ്ലിങ്ങളുടെ അടുത്ത് കൂടുന്നു എന്നുള്ള ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്തിട്ട് ഒരു ആശങ്കയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ അതും ശരിയല്ല. കേരളത്തിൽ ജനസംഖ്യ കുറയുകയാണ്, ബർത്ത് റേറ്റ് കുറയുകയാണ് ചെയ്യുന്നത്.
ജനസംഖ്യാ നിരക്കിലെ കുറവ് എന്ന് പറയുന്നത് അതൊരു ജനറൽ ട്രെൻഡാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെയും ജനറൽ ട്രെൻഡാണ്. ആ ജനറൽ ട്രെൻഡ് എല്ലാ സമുദായങ്ങളിലും ഉണ്ട്. അതിൻ്റെ അനുപാതത്തിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2020 മുതൽ 24 വരെയുള്ള ഈ പറയുന്ന വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക് റിപ്പോർട്ട് മാത്രം എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഹിന്ദു ജനസമൂഹത്തിൽ 26.56% കുറവുണ്ടായിട്ടുള്ളത്. ക്രിസ്ത്യൻ സമൂഹത്തിൽ 22.15% കുറവുണ്ടായിട്ടുള്ളത്. മുസ്ലിം സമൂഹത്തിൽ 18.89% കുറവുണ്ടായിട്ടുണ്ട്. ഈ കേരളത്തിൽ ഹിന്ദുക്കൾ ഇല്ലാതാകുന്നു എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് VHP നേതാവ് ഉദ്ധരിച്ചിട്ടുള്ള അതേ വൈറൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ടുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 2020 മുതൽ 24 വരെയുള്ള കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണത്. എന്ന് പറഞ്ഞാൽ എല്ലാ സമുദായങ്ങളിലും ഈ ജനന നിരക്കിൽ കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ടൊരു സംഗതി, ഈ ജനസംഖ്യാ വർധനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഹിന്ദുത്വ ബ്രിഗേഡിലെ പല സന്യാസിമാരും നേതാക്കന്മാരും അവർ ജനസംഖ്യ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായിട്ട് പല സന്ദർഭങ്ങളിൽ രംഗത്ത് വന്നിട്ടുണ്ട്. ഈവൻ RSS ചീഫ് മോഹൻ ഭാഗവത് തന്നെ ചുരുങ്ങിയത് 3 കുഞ്ഞുങ്ങളുണ്ടാകണമെന്ന് അദ്ദേഹം പരസ്യമായി പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യൻ സഭാ നേതൃത്വങ്ങൾ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാകുന്നതിനെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രോ ലൈഫ് മിനിസ്ട്രി എന്ന് പറയുന്ന സംവിധാനങ്ങൾ അവർക്കുണ്ട്. കേരളത്തിലെ ഒരു രൂപത കൂടുതൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നവർക്ക് കൂടുതൽ സഹായങ്ങൾ, സഭയുടെ രൂപതയുടെ കീഴിൽ ഉള്ള കുടുംബങ്ങൾക്ക് സഹായങ്ങൾ പ്രഖ്യാപിക്കുന്ന പാക്കേജ് പോലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സഹായം നൽകുന്ന പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ നിലക്കുള്ള ഏതെങ്കിലും ഒരു പ്രചാരണം മുസ്ലിം സംഘടനകളുടെയോ മുസ്ലിം നേതാക്കളുടെയോ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ജനസംഖ്യ വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും നിലക്കുള്ള ഒരു പ്രതികരണം മുസ്ലിം നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പക്ഷേ എപ്പോഴും അവർ ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രചാരണം നടത്തുക എന്നുള്ളതാണ് ഹിന്ദുത്വ സംഘടനകൾ, സംഘപരിവാർ സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ആളുകൾ ഇപ്പോൾ മുസ്ലിം സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം മറ്റ് ജനസമൂഹങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അത് കുറവാണ്. പക്ഷേ അതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അവരുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവരുടെ ജനനിരക്കിലും കുറവുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പക്ഷേ മറ്റ് പല സമൂഹങ്ങൾ, ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ താരതമ്യം ചെയ്യുമ്പം അല്പം കുറവാണ്. പക്ഷേ ഈ ജനനനിരക്കുള്ള കുറവ് എല്ലാ ജനസമൂഹങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു നെക്സ്റ്റ് ഡെക്കേഡിൽ ഈ ജനനനിരക്കിലെ കുറവ് ഏറ്റവും അധികം സംഭവിക്കാൻ പോകുന്ന മുസ്ലിങ്ങൾക്കിടയിലായിരിക്കും. കാരണം മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള മുന്നേറ്റവും തൊഴിൽ പങ്കാളിത്തവും അവരുടെ ജനനനിരക്കിനെയും ബാധിക്കാൻ സാധ്യതയുള്ളൊരു ഘടകമാണ്. പക്ഷേ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് ജനസംഖ്യ വർദ്ധിപ്പിക്കണമെന്ന പ്രചാരണം ഒരിക്കലും നടത്തിയിട്ടില്ലാത്ത മുസ്ലിം സംഘടനകളും നേതാക്കളുമാണ് ഈ ആരോപണത്തിന് വിധേയമാകുന്നൊരു കൗതുകം ഇവിടെയുണ്ട്. അപ്പോൾ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ജനസംഖ്യാ ഘടനയിൽ ഗൗരവമായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ ഗൗരവമായി പഠിക്കുക, സമീപിക്കുക, നയങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് സാമാന്യമായി സ്വീകരിക്കേണ്ട സമീപനം. അല്ലാതെ എപ്പോഴും ഒരുതരം ഈ ഹിന്ദു ഖത്തറേമേ എന്ന ഒരു മാനസിക ഘടനയിൽ നിന്നുകൊണ്ട് സ്വന്തം സമുദായാംഗങ്ങൾക്കിടയിൽ തന്നെ ഒരുതരം അപകർഷത ബോധം സൃഷ്ടിക്കുന്ന തരത്തിൽ ഈ VHP അടക്കമുള്ള പരിവാർ സംഘടനകൾ പ്രചാരണം നടത്തുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഗുണാത്മകമായിട്ടുള്ള എന്തെങ്കിലും മാറ്റം സമൂഹത്തിൽ കൊണ്ടുവരുന്നതല്ല. എന്താണ് നമ്മുടെ ജനസംഖ്യാ ഘടനയിലെ പ്രശ്നങ്ങൾ, ഓരോ സമൂഹങ്ങളിലെയും പ്രശ്നങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി പഠിച്ച് ഉത്കർഷയുള്ള പോസിറ്റീവായി ആ പ്രശ്നത്തെ സമീപിക്കാൻ സാധിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. മറ്റൊരു വിഷയവുമായി ന്യൂനമർദ്ദം വീണ്ടും കാണാം.